വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞുപോയ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം ഉപരോധം നടത്തി ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ഉപരോധത്തെ സംബന്ധിച്ച് അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞതും ഉപയോഗിച്ചതുമായിട്ടുള്ള വാക്കുകളുണ്ട്. അതിലെ ജാള്യതയെ സംബന്ധിച്ച് തന്നെ ഒരാള് തുറന്ന് അത് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ തിരുത്തി ആ വാക്കുകളോ അല്ലെങ്കിൽ അതിലെ ശരികേടുകളോ തിരിച്ചറിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഒരു പാർട്ടി മാറ്റം മാത്രമായിട്ട് അതിനെ ചിത്രീകരിക്കാൻ കഴിയില്ല. കാരണം BJPയും കോൺഗ്രസും അങ്ങനെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആശയപരമായി ഒരിക്കലും അത് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അത്രയും ആ വിഭാഗീയതയുടെ ആശയങ്ങളെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് കോൺഗ്രസ് ആവാൻ കഴിയുള്ളൂ. അതല്ലാതെ ഒരാൾക്കും കോൺഗ്രസ് ആവാൻ. നരേന്ദ്രമോദി വിമർശിക്കാൻ എന്തെങ്കിലും മടി അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ അല്ലെങ്കിൽ വന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ തന്നെ അതിനെ വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിളിച്ച ഒരാളെ പറ്റി ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഭാഗീയ ആശയങ്ങളെ പിന്നെ അതൊക്കെ പാർട്ടി അദ്ദേഹം കൂടെ തീരുമാനിക്കേണ്ടതാണ്. ഉണ്ടാവും. പിന്നെ അതിന് ഈ ആശയപരമായ പോരാട്ടത്തിൽ തന്നെയല്ലേ ഞങ്ങളുള്ളത്. ഷാഫിക്ക് ഇതിലൊരു റോൾ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഇരുന്നിരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് ഒരു കണക്കിന് CPM-നും കൂടിയുള്ള ഒരു മറുപടിയാണോ? ഞങ്ങളുടെ നടത്തിയെടുക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും അറിയാമെന്നുള്ളൊരു. അതായത് അങ്ങനെയല്ല, അത് ഇതൊരു ഐഡിയോളജിക്കൽ ചേഞ്ച്. അങ്ങനെ വെറുതെ അടർത്തിയെടുക്കലും സ്ഥാനാർത്ഥിത്വം കൊടുക്കലും പോലുള്ള ചെറിയ കാര്യങ്ങളല്ല ഇത്. ഇത് അവിടെ സംഘപരിവാറിനെ അല്ലെങ്കിൽ BJPയെ വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കുകയും അവിടെ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചിനെയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത്. അതിന്റെ ജാള്യത അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞല്ലോ. അതിന്റെയൊക്കെ ജാള്യതയും കുറ്റബോധവും അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് ആശയങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മതേതര ആശയങ്ങളെ മുറുകെ പുണരാതെ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ ഒരിക്കലും കോൺഗ്രസ് ആയിട്ട് ആർക്കും നിലകൊള്ളാൻ കഴിയില്ല, കോൺഗ്രസിലേക്ക് വരാനും കഴിയില്ല. കാരണം BJPയും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ടു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ആ ഒരു വ്യത്യാസം മാത്രമല്ല ഉള്ളത്. അത് ഐഡിയോളജിക്കലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്.